ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മളുള്ളത് തിരുവല്ലയിലെ നിപ്പോൺ ടൊയോട്ടയുടെ ഷോറൂമിലാണുള്ളത്. നമ്മുടെ സുഹൃത്തിൻ്റെ ടൊയോട്ടോ ടൈസർ എസ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് PDI ചെയ്യാനായിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. പലർക്കും അറിയില്ല PDI ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് അറിയില്ല, PDI എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇതിലൊന്ന് ഒരു പ്രൊഫഷണൽ ആളുടെ സഹായം ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ബേസിക് കാര്യങ്ങൾ നോക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ സുഹൃത്തിൻ്റെ i20 ഇതുപോലെ തന്നെ PDI ചെയ്തതിന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബേസിക്കായിട്ട് എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ളത് ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ സെയിൽസ് അഡ്വൈസർ നമുക്ക് തരുന്ന വിൻ നമ്പറും നമ്മുടെ വെഹിക്കിളിലുള്ള നമ്പറും സെയിം ആണോ എന്ന് ആദ്യം തന്നെ ചെക്ക് ചെയ്യുക. അപ്പോൾ അത് കൺഫേം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കാമെന്നുള്ളതാണ്. ഈ വിൻ നമ്പർ പഞ്ച് ചെയ്യുന്നത് വേണം നമ്മൾ നോക്കാനായിട്ട്, സ്റ്റിക്കർ ഒട്ടിക്കുന്നതല്ല. പഞ്ചിങ് ചെയ്യുന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. പല മാനുഫാക്ചറും പലയിടത്തായിട്ടായിരിക്കും അത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളത് ചെക്ക് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇതിനെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടോ, ഇതിക്ക് മുന്നേ ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് ഉപയോഗിച്ചതാണോ, അതുപോലെ തന്നെ ഇതിന് വേറെ എന്തെങ്കിലും ഫ്ലഡോ അല്ലെങ്കിൽ റെസ്റ്റോ തുരുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലഡോ യാർഡിൽ എന്തെങ്കിലും കിടന്ന് ഫ്ലഡോ കാര്യങ്ങളോ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കി കിലോമീറ്റേഴ്സ് നോക്കുമ്പോൾ 39 കിലോമീറ്റേഴ്സ് മാത്രമേ ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ 39 കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് നോർമലാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ഓടിയതായിട്ടോ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ എവിടെയെങ്കിലും റീപെയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ടയറിൻ്റെ ഈ മാനുഫാക്ചറിങ് ഡേറ്റ്സ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി മാനുഫാക്ചറിങ് നോക്കുന്നുണ്ട്. അതുപോലെ വിൻ നമ്പർ വെച്ച് നമ്മൾ മാനുഫാക്ചറിങ് നോക്കുന്നുണ്ട്. നമുക്ക് ലേറ്റസ്റ്റ് മാനുഫാക്ചറിങ് വേണമെന്നായിരുന്നു നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏപ്രിലാണ് ബുക്ക് ചെയ്തത്. നമുക്ക് ഏപ്രിലിലെ വാഹനം തന്നെയാണ് നമുക്ക് മെയിൽ തന്നിരുന്നത്. ലേറ്റസ്റ്റ് മാനുഫാക്ചറിങ് തന്നെയാണ് നമുക്ക് കിട്ടിയിരുന്നത്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും നമുക്ക് അതിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ ഗ്ലാസ്സിൽ പഞ്ച് ചെയ്ത ഏസ് നോക്കി, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കി വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കി, എല്ലാം പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ റെസ്റ്റോ ഒന്നും കാണാത്തതുകൊണ്ട് തന്നെ നമ്മളതിനെ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓൾറെഡി ഷോറൂമുകാരെല്ലാം PDI ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളും കൂടി ഒന്ന് വെരിഫൈ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനുള്ള മാനുഫാക്ചറിങ് ഡേറ്റും, അതുപോലെ തന്നെ എല്ലാം മാച്ച് ചെയ്യുന്നുണ്ടോ, എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് മാനുഫാക്ചറിങ് ഡേറ്റ് വരുന്നത്. ഗ്ലാസ് ആണെങ്കിലും ടയർ ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും എല്ലാം നോക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഫങ്ഷൻസ് വർക്ക് ചെയ്യാത്തതായിട്ടുണ്ടോ നോക്കുക. അതുപോലെ തന്നെ എവിടെയെങ്കിലും പേസ്റ്റിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ നോക്കുക. അതുപോലെ തന്നെ തുരുമ്പ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു PDIയിൽ നമ്മൾ നോക്കാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർ യൂസ് ചെയ്യുന്നുണ്ടോ നോക്കുക. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കിയതുകൊണ്ട് ബാക്കി ഡോക്യുമെൻറ്റേഷനും ബാക്കി അക്സസറീസും ബാക്കി ഡെലിവറി ഡീറ്റെയിൽസും ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ അതിനായിട്ട് നമ്മുടെ സെയിൽസ് അഡ്വൈസറായിട്ട് നമുക്കുണ്ടായിരുന്ന നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ബിബിനായിരുന്നു ഉണ്ടായിരുന്നത്. പുള്ളിയായിട്ട് സംസാരിച്ചു. അതിനുശേഷം നമ്മൾ ഡെലിവറി എടുക്കാനായിട്ട് വന്നു. ഡെലിവറി എടുക്കാൻ നേരത്ത് നമ്മൾ അന്ന് കണ്ട വിൻ നമ്പർ തന്നെ വെഹിക്കിൾ തന്നെയാണോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. സോ സെയിം അത് തന്നെ ആയിരിക്കും. അന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, ഡെലിവറി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ടൈസർ എസ് പ്ലസും നമ്മൾ PDI ചെയ്തു നമ്മൾ വാഹനം ഇറക്കിയിട്ടുണ്ട്. അതിനുശേഷം ഏകദേശം ഒരു 1 മന്ത് ആയപ്പോഴത്തേക്കും